ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. എനിക്ക് ഉറക്കം സെറ്റായിട്ടില്ല കേട്ടോ. കാരണം ഒരു 7 മണിയായപ്പോൾ ഞാൻ എണീച്ചു. എൻ്റെ മുഖം കണ്ടറിയാം, ഭയങ്കര ടയർഡായിട്ടാണുള്ളത്. ഇന്നലെ കിടന്നപ്പോൾ ഒരു 3 മണിയായി. വീഡിയോ അവസാനിപ്പിച്ച് ഞാൻ കിടക്കാൻ വേണ്ടി പോയി. പിന്നെ എഡിറ്റ് ചെയ്തിരുന്നിട്ട് 3 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. 7 മണിക്ക് എണീക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിലൊന്നും ഉറക്കം സെറ്റായതുമില്ല. അപ്പോൾ 9 മണിക്കാണ് എംബസി തുറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫോണൊക്കെ കുത്തിയിട്ടിട്ട് ഞാനിവിടെ ഒരു കഫേയിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാനവിടെ എംബസിയിൽ പോയ സമയത്ത് അവരെനിക്ക് വാട്സപ്പിൽ ഒരു ഫോമെല്ലാം അയച്ചു തന്നു. എന്നിട്ട് ഇമെയിൽ ID തന്നു. അതിലേക്ക് പാസ്പോർട്ടും യെല്ലോ ഫീവർ വാക്സിനും പിന്നെ US-ന്റെ വിസയും എല്ലാം കൂടെ അറ്റസ്റ്റ് ചെയ്തിട്ട് മെയിൽ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ആ ഫോമെല്ലാം ഫില്ല് ചെയ്ത് ഞാൻ എല്ലാം PDF ഫയലും സ്കാൻഡ് കോപ്പി ആക്കിയിട്ട് ഞാൻ അയച്ചിട്ടുണ്ട് മെയില്. സോ 5 ഡേയ്സിനുള്ളിൽ എനിക്ക് റിപ്ലൈ വരുന്നതാണ് പറഞ്ഞത്. ബൈ റോഡ് പോകുമ്പോഴാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. ബൈ എയർ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ പ്രോപ്പറായിട്ടുള്ള തന്നെ ചെയ്തത്. കാരണം ബോർഡറിൽ എത്തിയിട്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യണം അതിൻ്റെ റിപ്ലൈ. സോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഞാൻ ഒരു $100 കൂടെ മാറ്റാൻ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം ക്യാഷ് ഇപ്പോൾ കുറവാണ്. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട്. ഈ കാണുന്ന മെക്ഡി ആണ് കേട്ടോ. എവിടെ നോക്കിയാലും മെക്ഡി കാണാം ടൗണിൽ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ മെക്ഡിയിൽ ഫ്രൈഡ് ചിക്കൻ കിട്ടൂലേ. ഇവിടെ ചില മെക്ഡിയിൽ മാത്രമാണ് കിട്ടുള്ളൂ. കൂടുതലും ബർഗേഴ്സാണ് ഉണ്ടാവുക. ഫ്രൈഡ് ചിക്കൻ ഒന്നും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രിറ്റോ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് എന്നാണ്. ഫ്രിറ്റോ പോയോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ കാണുന്നില്ല. ഫുഡായിട്ട് ഞാൻ രാവിലെ ഒരു ആപ്പിൾ കഴിച്ചു. അതാണ് ആകെ കഴിച്ചത്. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് സമയം. ഞാനിപ്പോൾ അവിടെ ഒരു ബ്രൗണി കാണുന്നുണ്ട്. അത് ഞാൻ പോയി കഴിക്കട്ടെ. അതാണ് ഞാൻ രാവിലെ തന്നെ ഷുഗറാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. വേറെ ഒന്നും കഴിക്കുന്നില്ല. ക്യാഷ് എക്സ്ചേഞ്ച് ഒരു ബാങ്ക് പോയപ്പോൾ ഇവിടെ വേറെ ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ബാങ്ക് തപ്പി നോക്കി നടക്കുവാണ് ഞാൻ ഓർഡർ ചെയ്തത് വേറെ സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര മെൽട്ടായിട്ടിരിക്കുന്നത്. അതിനിടയിൽ ക്യാരമലൊക്കെ നോക്ക്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. വെറുതെ മേടിച്ച്. എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. വെറുതെ വിശക്കുന്നുണ്ട്. കളയണ്ടല്ലോ പണ്ട് തിന്നണം. അങ്ങനെ കഷ്ടപ്പെട്ട ഐസ്ക്രീം ഞാൻ കഴിച്ചു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരാവശ്യവും ഇല്ലായിരുന്നു. വെറുതെ എൻ്റെ പൈസ പോയി. ഇനി വേറെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. ഈ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഓരോന്നൊക്കെ കാണുമ്പോൾ ഓരോന്നൊക്കെ മേടിച്ച് തിന്നാൻ തോന്നും. ഇവിടെ KFC ഉണ്ടോന്നൊരു സംശയമുണ്ട്. KFC ഉണ്ടെങ്കിൽ ഞാൻ ഫ്രൈഡ് ചിക്കൻ കഴിക്കാം. KFCയിലെ ഫ്രൈഡ് ചിക്കൻ നല്ലതായിരിക്കും. സാധാരണ ഇവിടെ ഉള്ള ഫ്രൈഡ് ചിക്കൻ കുറേ തിന്നും അടുത്ത് നോക്കി നോക്കട്ടെ കേട്ടോ. ഇവിടെ പിസ്സ ഹട്ട് കാണുന്നുണ്ട്, അങ്ങനെ മെക്ഡി കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് കേട്ടോ. സോ ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ക്രോസ് ചെയ്യാൻ വേണ്ടി അവർ നിർത്തി തന്നതാ. ഇന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നാട്ടിൽ. ജൂൺ 10-ാം തീയതി. സോ ഇവിടെ 9-ാം തീയതി രാവിലെ ആയിട്ടുള്ളൂ. നാട്ടിൽ 10-ാം തീയതി ആവാൻ പോവാണ്. 12 മണി ആവാനായി. അപ്പോൾ 12 മണിക്ക് ഞാൻ അവൻ്റെ ഫ്രണ്ട്സിന് വെച്ച് കുറച്ച് ഗിഫ്റ്റും കേക്കൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഒരു എയർപോർട്ടും പിന്നെ കുറച്ച് ഡ്രസ്സും അങ്ങനെ കേക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് എനിക്ക് കണ്ടിട്ട് വേണം ഇവിടുന്ന് ട്രാവൽ ചെയ്യാനതിൻ്റെ ഇടയിൽ പിന്നെ എനിക്കത് വിളിക്കാനോ കാണാനോ പറ്റില്ല. പിന്നെ റേഞ്ചൊക്കെ പോകും. ഇപ്പോൾ ടൗണിൽ ഞാൻ ഇപ്പോൾ സിറ്റിയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് നെറ്റ്വർക്ക് എല്ലാം നല്ല ഹൈ സ്പീഡാണ്. അതിനാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. KFC തപ്പിപ്പോയിട്ട് എനിക്ക് KFC കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിതാ ഏതോ ഒരു ഫ്രൈഡ് ചിക്കൻ പോളോ കംബേറ അങ്ങനെ എന്തോ പറഞ്ഞ ചിക്കൻ. ഇത് ഈ സെൻട്രൽ അമേരിക്കയിൽ എല്ലാവിടെയും കാണാൻ പറ്റുന്ന അതാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഇതിന് 100 വരുന്നത്. 2 പീസിന്. പക്ഷേ ഇത് ചെറിയ പീസാണ്. ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ഈ വണ്ടി കിട്ടുകയെന്ന് അറിയില്ല. കാരണം ഇവിടുന്ന് ബസ്സൊന്നും കാണുന്നില്ല. ചിക്കൻ ബസ്സൊന്നും വഴിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിയിൽ നിന്ന് പുറത്ത് കടന്നാലായിരിക്കും വണ്ടിയൊക്കെ കിട്ടുന്നത്. സോ എത്ര കിലോമീറ്റർ നടക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വില്ലേജുകളിലേക്ക് പോവാണ് ഇവിടുന്ന്. ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ ആയിട്ടാണ് ഞാൻ നടക്കുന്നു. ഇവിടെ കയറ്റം ഇറക്കം അങ്ങനെയാണ്. അപ്പോൾ അതാ വലിയൊരു ഇറക്കം ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആ മല നോക്ക്. മലയിലെല്ലാം ഫുള്ള് വില്ലേജാണ് കാണുന്നത്. ആ മലയിൽ ടോപ്പ് വരെ ഉണ്ട്. താഴെ മുതൽ ടോപ്പ് വരെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനൊരു ലോക്കൽ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ട്രാഫിക്കായിട്ട് സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു ബസ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പോഴും കിലോമീറ്റർ സെയിം ആണ് കേട്ടോ, ഒരു മാറ്റമില്ല.
കാരണം ബസ് കറങ്ങിയാണ് പോകുന്നത്, എല്ലായിടത്തും അവൈലബിൾ അല്ല. ഇപ്പൊ സമയം 4 മണി ആവാനായിട്ട് കേട്ടോ. ഇത്ര രാവിലെ ഒരു 12 മണിയൊക്കെ ആയപ്പോ ഞാൻ ഇറങ്ങിയതാണ് ഇവിടുത്തെ സമയം ഉച്ചക്ക്. എന്നിട്ട് ഇതുവരെ ഞാൻ എവിടെ എത്തിയിട്ടില്ല. ഭയങ്കര പാടാ. ഇതാണ് ഞാൻ സിറ്റിയിലേക്ക് വരാത്തത്. സിറ്റി നോക്ക് എന്ത് വൃത്തികേടാണ്, കണ്ടില്ലേ? ഫുള്ള് കച്ചറയൊക്കെ ആയിട്ട് അലമ്പാണ്. ഭയങ്കര ഹോംലെസ് പീപ്പിളും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരും. ഇതുകൊണ്ടാണ് ഞാൻ വില്ലേജിലേക്ക് പോകുന്നത്. സിറ്റിയിൽ കാണാൻ കുറെ ഇങ്ങനെ സൗണ്ടും പൊല്യൂഷനും പിന്നെ കുറെ ട്രാഫിക്കും, അത് മാത്രമേ ഉള്ളൂ. ഞാനിത് അടുത്ത ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും അരമണിക്കൂറിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഔട്ടറുള്ള സ്ഥലത്തേക്ക്. പിന്നെ അവിടുന്ന് വേണം എനിക്ക് ലിഫ്റ്റ് അടിച്ച് പോവാന്. എനിക്ക് ഡ്രസ്സ് അലക്കാനുണ്ട്, ഒന്ന് കുളിക്കണം. കുറെ നേരത്തിന് ശേഷം ഞാൻ അങ്ങനെ സിറ്റിക്ക് പുറത്തെത്തി. ഗ്രാസിയാസ്. ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചു. ഞാനൊരു ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഔട്ടറിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വില്ലേജിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റേ ചെയ്യണം. കാരണം ഇരുട്ടായി തുടങ്ങി. നേരത്തെ അവിടെ ഫുള്ള് മഴയായിരുന്നു, പക്ഷെ ഈ ഏരിയയിലൊന്നും അങ്ങനെ മഴയില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ടൗണിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മെന്റൽ ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു. എനിക്ക് പറ്റുന്നുണ്ടായില്ല. അതെ ഇപ്പോൾ ഈ പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. ആ ട്രാഫിക്കും പൊടിയും മണ്ണും എനിക്ക് തലവേദന എടുക്കുമായിരുന്നു കേട്ടോ. സീരിയസ്ലി വീടുകളൊന്നും ഇല്ലെങ്കിലും നല്ല ഈ ഒരു ക്ലൈമറ്റും, അവിടെയും ക്ലൈമറ്റ് ഉണ്ട്, പക്ഷെ വണ്ടികളുടെ ഇത് കാരണം ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായി. നോക്കി നല്ല റോഡും. എൻ്റെ അമ്മോ, എനിക്കിപ്പോൾ ഒടുക്കത്തെ സമാധാനം പറയാതെ വയ്യാട്ടോ. ഞാൻ രാവിലെ തൊട്ട് എത്ര നേരം നടന്നു, കുറെ വണ്ടിയിൽ കയറി, ആ ട്രാഫിക് എല്ലാം മാറി, ട്രാഫിക്കിലൂടെ നടന്നു മാറി വണ്ടി കയറി. അപ്പോഴൊക്കെ ഭ്രാന്തായി. അതൊക്കെ വീഡിയോ എടുക്കാൻ എനിക്കൊരു മൂഡ് പോലും ഉണ്ടായില്ല. കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നില്ല. ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പകുതി എടുക്കാറില്ല. ആള് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലത്താണ് എന്നെ ഇറക്കി വിട്ടിട്ടുള്ളത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പിന്റെ നടുവിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. നല്ല റോഡ് എന്താന്ന് എനിക്കറിയില്ല, ഇത്രയും നല്ല റോഡോ. ഭയങ്കര അടിപൊളി റോഡ് കേട്ടോ. ആഫ്രിക്കയിലെ ചില ഹൈവേസിൽ നല്ല അടിപൊളി റോഡാ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റും നല്ല ക്ലൈമറ്റും. ബാഗ് കുറച്ച് നേരം ഏറ്റി നിൽക്കുമ്പോൾ ടാസ്ക്കാണ്. നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. കാരണം പിന്നെ ഇറങ്ങിയിട്ടാ വരുന്നത്. എൻ്റെ മുഖമൊക്കെ നോക്ക്, ഞാൻ എന്ത് ടയർഡാവുന്നു. അത് ഉറങ്ങിയിട്ടില്ല. കിലോമീറ്റേഴ്സ് ഞാൻ നടന്നു, എത്രയോ കിലോമീറ്റർ ഞാൻ നടന്നു. സാധാരണ ഇതുപോലുള്ള വഴി കൂടെ നടക്കുമ്പോൾ അത്ര ക്ഷീണം അറിയില്ല, പച്ചപ്പൊക്കെ കണ്ടിട്ട്. പക്ഷെ ടൗണിന്റെ ഇടയിൽ കൂടെ സൗണ്ട് പൊല്യൂഷനൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് കുറച്ച് സമാധാനം. എനിക്ക് പകുതി ഉറക്കം വന്നിട്ടുള്ളത്. ഇപ്പോൾ കിടന്നാൽ ഇപ്പോൾ ഉറങ്ങിപ്പോവും. സോ നിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ പോകുന്നുള്ളൂ. ഇന്ന് ആലോചിച്ചൊക്കെ ഞാൻ എവിടെയും പോയില്ല. രാവിലെ തൊട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്, പുറത്തേക്ക് പോകാൻ പറ്റാണ്ട്. രാവിലെ 7 മണിക്ക് ഞാൻ എണീച്ചതാണ്. ഇപ്പോൾ രാത്രി 7 മണി ആവാനായിട്ടുണ്ട്. കുറേ നടന്നു, എന്നിട്ടും എനിക്ക് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒരു കാര്യവും ഇന്ന് നടന്നിട്ടില്ല. ആ കാറ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആള് വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ കെട്ടിയിട്ട് വലിക്കുവാണ്. അവര് പോയി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും നല്ല കാറ്റും വീശുന്നുണ്ട്. വണ്ടികളൊക്കെ വരുന്നുണ്ട്. കൈ കാണിച്ച് നോക്കി വെക്കാം, നിർത്തുമോന്നറിയില്ല. നല്ല സ്പീഡിലാണ് കേട്ടോ വരുന്നത്, നല്ല സ്പീഡിലാണ്. നിർത്തിയില്ല. എത്രയോ വണ്ടികൾക്ക് ശേഷം ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓടി പോവാണ്. അതെന്തേ നല്ല വിശാലമായ റോഡ്, നല്ല രസമുള്ള കാഴ്ചകൾ. നോക്ക്, ചുറ്റും മലയാണ് കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ, ഇടയ്ക്കൊക്കെ ഓരോ ഗ്രാമങ്ങളുണ്ട്.
നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. പെട്ടെന്ന് എത്താം. ഇതുപോലത്തെ റോഡാണ് എല്ലാവരുടെയും ഉണ്ടായിരുന്നത്. അടിപൊളിയായതിന്. ഞാനിതാ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാല് മുറിഞ്ഞോന്നറിയില്ല. ഉള്ളിൽ നല്ലൊരു വീഴ്ച വീണു കേട്ടോ. അവിടെ എൻ്റെ കാല് ഇതായി. ഷൂസ് ഉള്ളതുകൊണ്ടൊന്നും അറിയുന്നില്ല. ഭയങ്കര വേദന എടുക്കണ്ടേ. ഇതിന്ന് അങ്ങോട്ട് ഉള്ളിലേക്കൊരു വഴി പോകുന്നുണ്ട്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ പോകുന്ന മെയിൻ റോഡാണ്. ഇവിടെ പോലീസൊക്കെ ചെക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഓഫ് റോഡ് വഴിയാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഞാൻ നടന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. നടക്കുമ്പോൾ എനിക്ക് മുട്ട് വേദന എടുക്കുന്നുണ്ട്. മുറിഞ്ഞ സംശയമുണ്ട് കേട്ടോ. കാരണം നല്ല നീറ്റലുണ്ട്. ഇവിടെ നോക്കിക്കേ, ആരൊക്കെയോ വേസ്റ്റ് കൊടുന്ന് തള്ളുന്നുണ്ട് കേട്ടോ. അതാണ് മെയിൻ ഹൈവേയിൽ മാത്രം നല്ല റോഡുണ്ട്. അതല്ലെങ്കിൽ ഒരു വില്ലേജിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ പിന്നെ റോഡില്ല. ഞാനാണെങ്കിൽ വില്ലേജിലേക്ക് പോകുന്നത്, അപ്പോൾ റോഡുണ്ടാവില്ല. ഒരു പുള്ളിക്കാരി ഇരിക്കുന്നു, ബൈക്കിൽ നിൽക്കുന്നുണ്ടല്ലോ. ചോദിച്ചു നോക്കിയാലോ. ഓല അതൊന്തേ Calon. Sí. Tomate. Rica. Rica va. Sí. Okay. Okay, thank you. വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടേ. ഞാനിതാ ഇവിടെ ഒരു വില്ലേജിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ ബൈക്കിൽ. ആള് ഇവിടെ വരെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് നടക്കുവാണ്. എനിക്ക് പോകാനുള്ളത് ഇതുവഴിയാണ്. നാളെ ഞാനപ്പോൾ അവിടെയാണ് ആകെ വില്ലേജ് കാണുന്നുള്ളൂ. കുറച്ച് വീടുകളാണ് കാണുന്നുള്ളൂ. ആകെ ഒരു 5-6 വീടെന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി ഉള്ളിലേക്ക് വീടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ പുറത്തുനിന്ന് കാണുന്ന അത്രേ ഉള്ളൂ. അവിടെ ഒരു വണ്ടിയും ലൈറ്റും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിത് ഇവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ച സമയത്ത് ഇവിടെ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ് പോയിട്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു ഗ്രാമമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആകെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഗ്രാസിയാസ്. ഓക്കെ, ഗ്രാസിയാസ്. ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് എന്തോ മഡ് ഹൗസോ അങ്ങനെ എന്തോ ഒരു വീടുണ്ട്. വുഡ് ഹൗസോ മഡ് ഹൗസോ എന്തോ ഉണ്ട്. അങ്ങോട്ട് വാന്നാണ് പറഞ്ഞത്. ഞാൻ ആരുടെയും വീടാണോ ചോദിച്ചപ്പോൾ ആന്നും പറഞ്ഞു. പിന്നെ ചോദിച്ചപ്പോൾ അല്ലാന്നും പറഞ്ഞു. അവർ താമസിക്കുന്ന വീടാണോ എന്താണ് എന്നറിയില്ല. അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ പിള്ളേരാണ് എനിക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. പോയി നോട്ടെ എന്തായാലും. ഓൾറെഡി ഒരാളുടെ വീടാണല്ലോ. ഓക്കെ. പക്ഷെ ഇവിടൊക്കെ എന്താ ബാർബർ ഷോപ്പോ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. എന്താ വേണ്ടോ? എനിക്ക് തോന്നുന്നു അവർ തന്നെ വേറെ വീടാണ്. കാരണം പൊടിയും മണ്ണായിട്ട് കിടക്കുന്നുണ്ട്. ഞാനിവിടെ ടോയ്ലറ്റിൽ വന്നേക്കാണ് കേട്ടോ. വെള്ളത്തിന് തന്നെ എന്തോ ഒരു വേറെ കളറാണ്. ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല. എൻ്റെ ലോക്ക് ഒരു നൂലാണ്. ഇങ്ങനെ ആരും വരുമൊന്നുമില്ലായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. കണ്ടോ, ഉള്ളിലേക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. മരം വെച്ചിട്ടാണ് അവർ ഈ ഒരു ബാത്റൂം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും നിൽക്കാൻ സ്ഥലമില്ല. ഞാനിങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഇത്ര സ്പേസേ ഉണ്ടാവുള്ളൂ. ഒരു 10 ലംബിറയ്ക്ക് ഞാൻ സോപ്പ് പൊടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അലക്കാനുള്ള സ്ഥലം ഞാൻ ചോദിച്ചപ്പോൾ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതാരുടെ വീടാണ്. വീടിൻ്റെ മുന്നിലുള്ള അലക്കല്ലാണ് എനിക്ക് കാണിച്ചു തരുന്നത്. വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല ഇഷ്ടം പോലെ ഉണ്ടോ എന്നുള്ളത്. കുറവാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ ആക്കി സി സി കുളിക്കാൻ. ഗ്രാസിയസ്. കുളിക്കാൻ ഇതേ ഇവിടെയും കുളിക്കാം, ഇവിടെ അലക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഓക്കെ ഞാൻ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് എന്ന് പറയുന്നത്. ഇതോടെ വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് വരാം ഡ്രസ്സെല്ലാം. ഞാൻ ഇന്ന് കുളിക്കുന്നില്ല കേട്ടോ, നാളെ കുളിക്കുന്നുള്ളൂ. നല്ല തണുപ്പാണ്, വിറയ്ക്കുന്നുണ്ട്. ഞാനൊരു കുട്ടി ഷോർട്ട്സും ഇതുമാണ് ഇട്ടേക്കുന്നത്. ബാക്കിയെല്ലാം അലക്ക ഇട്ടേക്കാണ് കേട്ടോ. ഇവിടെ സോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചേക്കാണ്. ഒരു 20 മിനിറ്റൊക്കെ കിടക്കട്ടെ, അതിന് ശേഷം വാഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. സോ അവിടെ റെസ്റ്റ് എടുക്കാം. അവരവിടുന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് ഫുഡ് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇതാണ് എനിക്ക് തന്നിട്ടുള്ള ഭക്ഷണം. ഇതെന്തോ മയണൈസാന്ന് തോന്നുന്നുണ്ട്. മുകളിൽ ഇട്ടേക്കണ മയണൈസ്. പിന്നെ ഇത് തമാലീസ് ആണ് കേട്ടോ. കോണ് വെച്ചിട്ടുള്ള തമാലീസ് ആണ്. ഞാൻ ഇത് കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചു നോക്കിട്ട് പറയാം.
മയണൈസ് അല്ല കേട്ടോ, കോണിലൊരു മധുരമുണ്ട്. ഇത് ബട്ടറാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടറാ. വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ ഇതുവഴി, നോക്കിയേ. വഴുതെറ്റി വന്നാണോ? നല്ല നല്ല മധുരമാണ് ഈ കോണിന്. അതിൽ ബട്ടർ ഇട്ടുണ്ട്. എന്തായാലും കോൺ തമാലീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഡോഗ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാ. അത് എന്താന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവര് ട്രീറ്റ് ചെയ്യുന്ന ഡോഗ്സിനെ നല്ല രീതിയിലാണ്. അതുകൊണ്ട് ഡോഗ്സ് ആരെയും കടിക്കൂല, ഒന്നും ചെയ്യൂല. പക്ഷെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് വരുന്നില്ലേ, പക്ഷെ കടിക്കാറില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർ ഗാർഡിയനെ പോലെ നിന്നിട്ട് ആ പുറത്തൊരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നെ കടിക്കാൻ വരുന്നതും കുരയ്ക്കുന്നതും. മനസ്സിലായോ? നമ്മൾ നാട്ടിലെ പോലെ പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യൂല. ഇവിടെ ഒരു സംഭവം പോലും അങ്ങനെയില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചു, പക്ഷെ ആരും അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. നോക്ക് എന്ത് സ്നേഹം, നോക്ക്. ഒരെണ്ണത്തിൻ്റെ മുകളിലാണത് ഒരെണ്ണം കിടന്നുറങ്ങുന്നത്. എന്തൊരു സൈലൻസാ നോക്ക്. ചുറ്റും കാടും കിളികളുടെ സൗണ്ടും ചീവീടിൻ്റെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. ഇവിടെ ആകെ ഈ 1-2 വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു ചെറിയ കടയും കൂടെയാണേ. പിന്നെ അപ്പുറേ ഒരു ചെറിയ കടയുണ്ട്, വേറെ വീടൊന്നുമില്ല. ഞാനപ്പം എൻ്റെ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആളുകളുടെ സൗണ്ടൊക്കെ ഫോണിൻ്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ കേൾക്കും. അത്രയ്ക്ക് സൗണ്ടേ ഉള്ളൂ, അത്രയ്ക്കും ക്ലിയർ ആയിട്ട് കേൾക്കാം. പിന്നെ ഈ വീട്ടിൽ ആൾക്കാർ താമസിക്കുന്നില്ല കേട്ടോ. ഏതെന്താ അടഞ്ഞു പോയോ? ഞാൻ മാത്രമാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്. മെസ്സിയാക്കി ഇട്ടിട്ടുണ്ട്, ഫുൾ അലങ്കോലാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മൊത്തം പൊടിയാണ്. ഞാൻ അങ്ങനെ ഇട്ടേക്ക് എന്നിട്ട് പൊടി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊടി. അതിനിപ്പോൾ വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം, എന്നിട്ട് എൻ്റെ സ്ലീപ്പ് ബാഗ് വല്ലതും ഇട്ട് പൊതിച്ച് കിടക്കണം. കാരണം നല്ല തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ ഷോർട്സ് ഉള്ളൂ, ബാക്കിയെല്ലാം അലക്കാൻ ഇട്ടുകൊണ്ട് തണുപ്പാണ്. ഇവിടെ പഴകിയ ഫ്രിഡ്ജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫ്രിഡ്ജിന് ചുറ്റും എന്താണിത്, എന്തൊക്കെയോ ജീവികൾ കാണുന്നുണ്ട്. വലിയ ഉറുമ്പും കുറേ ഇത് മുടിയൊക്കെ കാണുന്നുണ്ട്. ഒരു ബാർബർ ഷോപ്പ് സെറ്റപ്പ് എവിടേക്കോ ഫീൽ ചെയ്തു. ഇവിടെയും മുടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ മുടി? ഇങ്ങനെ അവർ ഇത് വെച്ചിട്ടാണ്, വുഡ് വെച്ചിട്ടാണ് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഒരു പഴയ മണാട്ടോ. എനിക്കെപ്പോഴും ഇങ്ങനെ പഴയ വീട്ടിൽ ഭയങ്കര പഴയ മണമായിട്ട് താമസിക്കുമ്പോൾ തോന്നും ഭയങ്കര ഒരു ദുരൂഹത ഫീൽ ചെയ്യും കേട്ടോ, എസ്പെഷ്യലി ഒറ്റയ്ക്കാവുന്ന സമയത്ത്. പിന്നെ എക്സ്ട്രീം ടയേർഡായിട്ട് കിടന്നു കഴിഞ്ഞാൽ എഡിറ്റിംഗ് കൂടെ കഴിഞ്ഞ് കിടക്കുമ്പോൾ കണ്ണ് പകുതി അടഞ്ഞു പോകും. എൻ്റെ ഡ്രസ്സ് അലക്കലൊക്കെ കഴിഞ്ഞ് ടയേർഡായി. എൻ്റെ നടുപൊടിയെന്ന് തോന്നുന്നു. ഓഫ്, ഉപ്പാടിളകിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഞാൻ കൈയൊക്കെ വെച്ച് പിഴിഞ്ഞ് അവിടെ തോരിയിട്ട്. അപ്പം എന്താണ്ടായേ, മഴ ചാറി തുടങ്ങി. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ രാവിലെ വരെ പെയ്യാണ്ടിരുന്നാണ് പ്രശ്നം. രാവിലെ വരെ പെയ്താൽ പ്രശ്നം. രാവിലെ എന്തായാലും വെയിൽ വരും, അപ്പോൾ ഉണങ്ങട്ടെ. പിന്നെ ഈ സാധനം മോസ്കിറ്റോ റെപ്പല്ലൻ്റ്, ബഗ് സ്പ്രേ, അങ്ങനെ എന്തും പറയാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊതുകടി നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. കെമിക്കലാണ്, ഒരുപാട് ശ്വസിക്കാൻ പാടില്ല, എന്നാലും ഷെയ്ക്ക് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഈ എന്നെപ്പോലെ എക്സ്ട്രീമായിട്ട് അഡ്വഞ്ചറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ ഇവിടെയൊക്കെ കൊതു വരാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കൊതു മാത്രമല്ല, കണ്ണി കണ്ട പ്രാണികളൊക്കെ അടിക്കും. എനിക്കെന്നെ ഭയങ്കര അലർജിയാണ്. ഇതൊക്കെ ഡെയിലി അടിച്ചിട്ട് തന്നെ എനിക്ക് കൊതുവും പല പ്രാണികളും കടിച്ച് അലർജി ആവുന്നുണ്ട് കേട്ടോ. സോ മോസ്കിറ്റോ റെപ്പല്ലൻ്റ്, ബഗ് സ്പ്രേ വാങ്ങാൻ മറക്കണ്ട ട്രാവൽ ചെയ്യുന്നവർ. വേറെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പൊടി മണ്ണോന്ന് അറിയില്ല. ഈ ബെഡ്ഷീറ്റിൽ പൊടിയില്ല, ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. പുതപ്പാണ്. പുതപ്പിന് പകരം ഞാനത് ബെഡ്ഷീറ്റാക്കി വൃത്തിയിൽ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെഡൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ലിപ്പ് ബാഗിൽ പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ പ്രശ്നമല്ല, ഉള്ളിൽ കയറിയാണല്ലോ കിടക്കുന്നത്. തണുപ്പും കൂടെ ആയതുകൊണ്ട് ഒട്ടും സീനില്ല. സോ പുതപ്പിന് ഇത് ഉപയോഗിക്കുന്നതിന് നല്ലത്. ഇത് കുറച്ച് പൊടിയുണ്ട്, എന്നാലും താഴത്തെ ലെയറിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പൊടിയാണ് താഴത്തെ ലെയറിൽ. അപ്പോൾ ഇത് ബെറ്ററാണ്. അപ്പം അതുകൊണ്ട് ഇത് വിരിപ്പാക്കി സ്ലീപ്പിംഗ് ബാഗിൽ പൊതിച്ച് കിടക്കാം. എവിടെയെങ്കിലും വാഷിംഗ് മെഷീൻ കിട്ടുന്ന സമയത്ത് വേണം എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് അതിലിട്ടിട്ട് എനിക്ക് കഴുകാൻ. കാരണം പുറത്തൊക്കെ കണ്ടോ പൊടിയും ചെളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ തണുത്ത് വിറച്ചിട്ട് ഇത് എൻ്റെ കയ്യിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഗൂസ് ബംസ് കാണാം കേട്ടോ. രോമാഞ്ചം വന്നിരിക്കുന്നു 2 കയ്യിലും. അതെ, ഭയങ്കര കുളിര്. ഞാൻ പുതപ്പെടുത്ത് മാറ്റിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല കൈ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് പൊടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചെറുതായിട്ട് എന്നെ തുമ്മാൻ വരുന്നുണ്ട്, 2 വട്ടം തുമ്മി, അതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് പൊതച്ച് കിടന്ന് അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നിട്ട് എനിക്ക് തണുക്കാം. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ആദ്യം ഇങ്ങനെ ലെയറിട്ട്
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് രണ്ട് നല്ല കട്ടിയുണ്ട്, പുതപ്പിന് നല്ല കട്ടിയുണ്ട്, സ്ലിപ്പ് ബാഗ് ഓൾറെഡി നല്ല 10 ഡിഗ്രീൻ്റെയാ. എനിക്കറിയില്ല, ഇവിടെ ഡിഗ്രി ആകെ കാണിക്കുന്നത് 17 ഡിഗ്രിയാണ്, പക്ഷെ തണുപ്പ് ഫീൽ ചെയ്യുന്നത് ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി. അതെന്താ അറിയില്ല, മൊത്തം ഇങ്ങനെ മരമൊക്കെ ആയതുകൊണ്ട് വെള്ളം എന്ന് പറയുന്നത് തണുപ്പുള്ളിലേക്ക് കയറുന്നോണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ അങ്ങനെ ആൾ താമസിക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇന്നിപ്പോൾ തണുത്ത് വറച്ചായിരിക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ റോട്ടിൽ വീണു എന്നുള്ളത്, കണ്ടോ എൻ്റെ കാലിൽ മുട്ടിൽ മുറി. ഓൾറെഡി പണ്ടത്തെ മുറികളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ കാണുന്നത്, പക്ഷെ ഈ കാണുന്നുണ്ടോ ഈ മുറിയാണ് വീണത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് നീറുന്നുണ്ട് എന്ന്, എനിക്കിപ്പോൾ തൊടുമ്പോഴും നീറുന്നുണ്ട്, നടക്കുമ്പോൾ ഒക്കെ ഒരു നീറ്റലുണ്ട്. വേദനയല്ല, ഒരു നീറ്റലാണ്. അപ്പോൾ ഈ മുറിയാണ് ആയത് അവിടെ ഞാൻ വീണപ്പോട്ടോ. പാൻ്റ് എന്തോ ഭാഗ്യത്തിന് കീറാണ്ടിരുന്നത്, അല്ലെ പാൻ്റേ കീറിയിട്ടുണ്ടാവും. ഞാനിത് അവിടെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. എനിക്ക് തടുക്കണ് ഭയങ്കരമായിട്ട്, തടുക്കുന്നു, വിശക്കുന്നു. ഞാൻ അവർ തന്ന ആ മേസിൻ്റെ ഇത് ഫുള്ള് കഴിച്ചില്ല, എനിക്കാകെ മത്ത് പിടിച്ച്. രാവിലെ തൊട്ട് ഫുള്ള് ഞാൻ മധുരം തന്നെയാണ്, മൊത്തം മധുര. ആകെ എന്തോ ചിക്കൻ എന്തോ ഇന്ന് കഴിച്ചത്, വേറൊന്നും കഴിച്ചിട്ടില്ല. കുറേ നടക്കുകയും ചെയ്ത്, അലക്കലും കഴിഞ്ഞ് ഞാൻ ഉറക്കവും സെറ്റായിട്ടില്ല. ഡെഡാ, വിശക്കണേ, എനിക്ക് വിശക്കുന്നേ. എന്താപ്പം ചെയ്യുക, എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രാനുള്ള ഉണ്ട്, അതിപ്പോൾ കഴിച്ച് കഴിഞ്ഞ് നാളെ രാവിലെ അതിനെക്കാട്ടിലും വിശപ്പായിരിക്കും. രാവിലെ കഴിക്കാൻ സേവ് ആക്കി ഇട്ടേക്കാം. സൂപ്പർ സേവാണത്, സേവല്ല. അങ്ങനെ സൂപ്പർ സേവ് ആക്കിയോണ്ട് എടുക്കാത്ത. ഇപ്പോൾ ഉറങ്ങി നോക്കും, ഉറക്കം സെറ്റായില്ലെങ്കിൽ ഞാൻ 1 സ്പൂൺ എടുത്ത് കഴിക്കും, അപ്പം സെറ്റാവും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ തണുത്ത് കുറച്ച് കിടന്നുറങ്ങാൻ പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.